പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവജനമേ, ഇന്ന് ഈ വിശുദ്ധ നോമ്പിൻ്റെ 12ാം ദിവസത്തിലേക്കാണ് നാം എത്തി നിൽക്കുന്നത്. ദൈവവചനത്തിൻ്റെ അത്ഭുതകരമായ ഒരു വാഗ്ദാനം ഇന്നു നമ്മെ ഈ വിശുദ്ധ നോമ്പ് ദിന ധ്യാനത്തിലേക്ക് വിളിക്കുന്നു. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു എന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിലെ 16-ാം വാക്യമാണ് ഈ വിശുദ്ധ നോമ്പ് ദിന ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വചനത്തിൽ ദൈവം ഒരു ചിത്രകാരനായി മാറുന്നു. അവൻ നമ്മെ ഒരു ക്യാൻവാസിലല്ല, ഒരു പേപ്പറിലല്ല, ഒരു കല്ലിലുമല്ല അവൻ നമ്മെ വരച്ചിരിക്കുന്നത്. തൻ്റെ സ്വന്തം ഉള്ളം കയ്യിൽ. എത്ര മനോഹരമായ ഒരു ചിത്രം, എത്ര മനോഹരമായ ഒരു തിരുവചനം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കും. അതിനു മുൻപ് തന്നെ ദൈവം പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. അങ്ങനെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ നോമ്പ് കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ദൈവത്തെ തേടുന്നില്ല എങ്കിൽ പോലും ദൈവം നമ്മെ ഒരിക്കലും വിട്ടിട്ടില്ല എന്ന പരമമായ സത്യമാണ്. ക്രൂശിലെ കൈകൾ, പ്രിയരെ, ദൈവം നമ്മെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ പൂർണ്ണത ക്രൂശിലാണ് സംഭവിച്ചത്. ആമേൻ. ഏകജാതനായവൻ 2 കള്ളന്മാർ മധ്യേ 3 ആണികളിൽ 4 മുഖക്കുരിശിൽ 5 മുറിവുകളേറ്റ് സ്വന്തം പ്രാണനെ നമുക്കായി നൽകി. സ്തോത്രം, ഹല്ലേലൂയ. അവൻ എൻ്റെ കൈകളും കാലുകളും തുളച്ചു എന്നാണ് സങ്കീർത്തനക്കാരൻ തൻ്റെ 22-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്. ക്രിസ്തുവിൻ്റെ കൈകളിൽ ഉണ്ടായ മുറിവുകൾ നമ്മുടെ പേരുകൾ എഴുതിയ ശാശ്വത സാക്ഷ്യമാണ്. ആമേൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീനെന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത്. നമ്മെ തന്റെ ക്രൂശിലേക്ക് കൊണ്ടുപോകുന്നു. ആ മുറിവുകൾ നോക്കുമ്പോൾ നിന്റെയും എന്റെയും പേരുകൾ കാണുന്നുണ്ടോ? മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു എന്നാണ്. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ തകർന്ന മതിലുകൾ, വിശ്വാസത്തിലെ വിള്ളലുകൾ, പാപത്തിൻ്റെ അവസ്ഥകൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ കാഴ്ചയിലൂടെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. നമ്മൾ പലപ്പോഴും നമ്മുടേതായ തകർച്ചകൾ മറയ്ക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ദൈവം നമ്മുടെ മതിലുകൾ കാണുന്നുണ്ട്. പരിഹസിക്കുവാനല്ല,
ആ മതിലുകൾ ഇന്ന് പുനർനിർമ്മിക്കുവാനാണ് ഈ വിശുദ്ധ നോമ്പ് ധ്യാനത്തിലൂടെ. യെരുശലേമിന്റെ മതിലുകൾ പുനർനിർമ്മിക്കപ്പെട്ടു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ഈ വിശുദ്ധ നോമ്പ് ദിനം ഒരു പുനർനിർമ്മാണത്തിന്റെ ദിനമാണ്. വിശുദ്ധ നോമ്പിന്റെ ആന്തരിക അർത്ഥം ഭക്ഷണം ഒഴിവാക്കുന്നത് മാത്രമല്ല, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ്, ഹൃദയത്തിന്റെ മാറ്റമാണ്. ശുദ്ധ ഹൃദയം സൃഷ്ടിക്കണമേ തമ്പുരാനെ. ദൈവം നമ്മെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുമ്പോൾ എന്തിനാണ് നാം പേടിക്കുന്നത്, ഭ്രമിക്കുന്നത്? എന്തിനാണ് നാം ചഞ്ചലപ്പെടുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? അങ്ങനെയാണ് റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ നാം കാണുന്നത്. കഷ്ടത, പീഡനം, ദാരിദ്ര്യം ഇവയ്ക്കൊന്നിനും കഴിയില്ല പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ. ഈ വിശുദ്ധ നോമ്പിൻ്റെ 12-ാം ദിവസം നമ്മൾ ഒരുപക്ഷെ ക്ഷീണിതരാകാം. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നീ ഒരു മറന്നുപോയ പേരല്ല, നീ ഒരു ദൈവിക ചിത്രമാണ്. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്. നിങ്ങളിൽ നല്ല പ്രവൃത്തികൾ ആരംഭിച്ചവരെല്ലാം അത് പൂർത്തിയാക്കും. ആമേൻ. നമുക്ക് അല്പനിമിഷം ഈ വിശുദ്ധ നോമ്പിന്റെ ഇന്നേ ദിവസം പ്രാർത്ഥനാനിരതരായിരിക്കാം. നിങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ നിങ്ങളുടെ പൊന്നു കർത്താവേ, ഞാൻ പലപ്പോഴും നിന്നെ മറന്നുപോയി. നിന്റെ സ്നേഹത്തെ അടിയങ്ങൾ സംശയിച്ചു. നിന്റെ സാന്നിധ്യം പലപ്പോഴും ഞങ്ങൾ അവഗണിച്ചു. എന്നിൽ നിന്ന് വന്ന ഈ വീഴ്ചകൾക്ക് തമ്പുരാനെ ഈ നിമിഷം നിന്റെ സന്നിധിയിൽ അനുതപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. അപ്പാ, ഞാൻ നിന്നെ മറന്ന ദിവസങ്ങൾ എത്രയോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥന വിട്ടുപോയ ദിവസങ്ങൾ, ക്ഷമിക്കാതെ ഉറങ്ങിയ രാത്രികൾ, അഹങ്കാരത്തോടെ സംസാരിച്ച വാക്കുകൾ, മറ്റുള്ളവരെ വേദനിപ്പിച്ച പ്രവർത്തികൾ, ഇവയെല്ലാം ഇന്നിവിടെ നിന്റെ സന്നിധിയിൽ ഞാൻ സമ്മതിക്കുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു. വിശ്വാസത്തിൻ്റെ മതിൽ വിള്ളലുകളുണ്ട്. ജീവിത ശുദ്ധിയുടെ മതിൽ ഇടിഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൻ്റെ വാതിൽ അടഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും തമ്പുരാനെ, നീ പറയുന്നു, നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. ദൈവമേ, എൻ്റെ തകർച്ചകളെ കാണുമ്പോൾ നീ അകന്നു നിന്നില്ല. പകരം ആ ക്രൂസ് നീ ഏറ്റെടുത്തു. അവൻ എൻ്റെ കൈകളും കാൽപാദങ്ങളും തുളച്ചു. ആ മുറിവിലെ രക്തത്തിൽ തമ്പുരാനെ എൻ്റെ പേരുണ്ട്. ആ കൈകളിൽ വരച്ചിരിക്കുന്ന രൂപം ഞാൻ തന്നെയാണ്. കർത്താവേ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്കായി ഞാൻ അനുതപിക്കുന്നു. കർത്താവേ, എന്നെ വീണ്ടും രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന ആ രൂപം പാപത്താൽ മുങ്ങിപ്പോകുവാനിടയാകരുത്. എൻ്റെ കണ്ണുകൾ ക്രൂശിലേക്ക് തുരിക്കണമേ. എൻ്റെ മനസ്സിൻ്റെ വിനയത്താൽ തമ്പുരാനെ അവിടുന്ന് നിറയ്ക്കണമേ. എൻ്റെ വാക്കുകൾ സ്നേഹത്തോടെ നിറയട്ടെ. എൻ്റെ പ്രവൃത്തികൾ നിന്റെ ഇഷ്ടപ്രകാരം നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിൻ്റെ മതിലുകൾ പുനർനിർമ്മിക്കണമേ. ഈ വിശുദ്ധ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയം മൃദുവാക്കണമേ. കർത്താവേ,
എന്നെ വിട്ടുപോകാതിരുന്നതിന് നന്ദി കരയേറ്റു. എന്നെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്ന സ്നേഹത്തിന് നന്ദി അപ്പാ. ഇനി ഞാൻ നിന്റേതായിരിക്കട്ടെ. എൻ്റെ ജീവിതം നിന്റെ സാക്ഷിയായിരിക്കട്ടെ. എൻ്റെ അനുതാപം യാഥാർത്ഥ്യമാക്കി മാറ്റി. ഈ വിശുദ്ധ നോമ്പ് ദിന ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴിത്തിരിവാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.